ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത് വിയറ്റ്നാമിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴുള്ള പ്രതീക്ഷകളും അവർ എക്സ്പെക്ടേഷനൊക്കെ എങ്ങനെയുണ്ട്? പോകുമ്പോഴുള്ള പ്രതീക്ഷ എന്ന് പറയാൻ നല്ല ടെൻഷനുണ്ട്. കാരണം ഇന്ത്യയിലെ മാത്രമല്ല, നമുക്ക് വേൾഡിൽ നിന്നുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നല്ല കോമ്പറ്റീഷനായിരിക്കും, നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വേറെയും കുട്ടികളുണ്ട്, നമ്മൾ കുറച്ച് പേരുണ്ട് മൊത്തത്തിൽ. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും പോവുക. അവിടെ ചെല്ലുക, എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നോക്കാം. കഴിഞ്ഞ റൗണ്ട് ഇപ്പോൾ ഗോവയിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അത് എത്രത്തോളം ഹാർഡായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ഹാർഡായിരുന്നു ചോദിച്ചാൽ ഇവിടുന്ന് പോയ ടൈമിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാർ എല്ലാ ക്രൂ മെമ്പേഴ്സൊക്കെ എല്ലാവരും ഭയങ്കര നമ്മുടെയായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു. അവർ നമ്മളെ പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മളെല്ലാ കണ്ടസ്റ്റൻസിനെ അവർ കംഫർട്ടബിൾ ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ടെൻഷൻ ഉണ്ടായിട്ടില്ല. ടാലൻറ്റ് റൗണ്ട് നമുക്ക് 4 റൗണ്ട് ഉണ്ടായി. ടാലൻറ്റ് റൗണ്ട്, ഇൻ്റർവ്യൂ ആൻഡ് ഇൻട്രൊഡക്ഷൻ, പിന്നെ കോസ്റ്റ്യൂം റൗണ്ട്. കോസ്റ്റ്യൂം റൗണ്ട് 2 എണ്ണം ഉണ്ടായി. അപ്പോൾ ടാലൻറ്റ് റൗണ്ടിനും നമുക്ക് വലിയ പേടിയില്ലായില്ല. അതായിരുന്നു ഫസ്റ്റ് ഡേ ഉണ്ടായ. അത് എല്ലാവരും നല്ലപോലെ ഒരേപോലെ ഡാൻസും പാട്ടൊക്കെ ആയിട്ടങ്ങ് പോയി. ഇൻ്റർവ്യൂ റൗണ്ട് നല്ല പേടിയുണ്ടായി. ബിക്കോസ് ഞാൻ അതിനത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു, എനിക്ക് ടെൻഷനായിരുന്നു. പിന്നെ വോക്കിന് എനിക്ക് അത്ര പേടിയുണ്ടായില്ല, അതും സെറ്റായി. ഭാഗ്യം കൊണ്ട് അൽഹംദുലില്ലാ. കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസറായ ബാദിക്കയുടെ മകളാണ്. അപ്പം പാരൻസിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? പാരൻസിൻ്റെ സപ്പോർട്ട്, അവർ നോന്നൊരു കാര്യം പറയില്ല. അവർ നിനക്ക് ഇഷ്ടമാണോ, ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ, പോയിക്കോ, ഞങ്ങളുണ്ടാവും. അതന്നെ. ഇപ്പോൾ ഈ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് പോകുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പിന്നെ ലോകത്തുള്ള എല്ലാവരുമായിട്ട് മത്സരിക്കാനും കൂടെ പോവുകയാണ്. അതാ പറഞ്ഞു എനിക്കിപ്പോഴും പ്രോസസ്സായിട്ടില്ല. ടെൻഷൻ ആവാനോ അല്ലെങ്കിൽ ഹാപ്പിയാണ്. ടെൻഷൻ ആവാനായിട്ട് എനിക്കിപ്പോഴും ഒരു ഇതായിട്ടില്ല. ഞാൻ പോകണുണ്ട് എന്നൊരു സാധനം എനിക്ക് വന്നിട്ടില്ല. അതിന് കുറച്ച് നേരം ഇരുന്നിങ്ങനെ ആലോചിക്കും, കിട്ടിയല്ലേ, ഞാൻ പോവല്ലേ, അത് വരണം. പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രിപ്പറേഷൻസ് ഇതിന് മുൻപ് മത്സരിച്ചവരായിട്ടൊക്കെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രെയിൻ ആയത്? ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുൽ സുരേഷ് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പുള്ളി ഒരു ഇൻ്റർനാഷണൽ കൊറിയോഗ്രാഫറാണ്. അപ്പോൾ അതുൽ ചേട്ടൻ വഴിയാണ് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനൊരു പാജൻ്റ്, ഇങ്ങനൊരു ഷോ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ നിന്ന് എനിക്ക് നല്ലപോലെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ കൂട്ടത്തിലുള്ള ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും കൺമണി ചേച്ചി, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഞങ്ങളൊക്കെ നല്ലപോലെ ചെയ്തു. അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, സപ്പോർട്ട് ചെയ്തു. നിന്നെക്കൊണ്ട് പറ്റും, നീ ചെയ്താൽ മതി, പറ്റുന്നത് മതി എന്നുള്ള പറഞ്ഞിട്ട് എന്നെ കുറേ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു. അവരടുത്ത് നല്ല താങ്ക്സ്.